ഗ്രീൻ റെഡ് വൈറ്റ് ഗ്രീൻ റെഡ്. ക്രീം ഇല്ലേ മോളെ? ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ റൂബി. എന്റെ കയ്യിലാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. ഇത് ചിറ്റപ്പൻ വാങ്ങി തന്നതാ, കൊറേ ഉണ്ടായിരുന്നു. ആ ബിച്ചു കൊണ്ടേ കളഞ്ഞു. ഇതെന്റെ മോൾക്ക് കളിക്കാൻ ഞാൻ കൊണ്ട് കൊടുത്തതാ. എന്തിനാ അവൻ ഇത് കൊണ്ട് കളഞ്ഞത്? ബിച്ചു ഒരു കുറുമ്പന ചിറ്റപ്പ. അതെ അതെ, എനിക്കത് വന്നപ്പോഴേ തോന്നി. ബിച്ചുവിനെ വെറുതെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഇതെല്ലാം മുകളിലിരുന്ന് ഒരാള് കാണുന്നുണ്ട്. അതെ അതെ, കാണുക മാത്രല്ല ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നല്ലാതെ നീ കുറുമ്പൻ തന്നെയാ. എത്ര നേരമായി വീടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട്? ബിൽഡിംഗ് കെട്ടിയത് മതി മോനെ, ഇനി കേറിയാ വീഴും. മാമൻ പറയുന്നത് കേക്ക്. ഇത് ഞാൻ ആകാശം മുട്ടിക്കും. നോക്കിക്കോ റൂബി, അടുത്ത ബ്ലോക്കിംഗ് എടുക്ക്. നിന്നോടല്ലേ ബിച്ചു അച്ഛൻ ഇറങ്ങാൻ പറഞ്ഞത്? വെറുതെ വീഴാൻ നിക്കണ്ട. പിന്നെ വീഴാനോ? ഈ ബിച്ചു ഇത് എത്ര കണ്ടതാ. ഇതില് വലിയ ബിൽഡിംഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാ. കേട്ടോ ഹാനെ, ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയ ബിൽഡിംഗ് ഒരു 3 നില കെട്ടിടത്തിന്റെ അത്ര വലിപ്പം വന്നു. എങ്കിൽ ഇതും അങ്ങനെ ഉണ്ടാക്കും ബിച്ചു, ഞങ്ങളൊന്ന് കാണട്ടെ. നിനക്ക് എന്താ ഹാനെ, അവൻ വെറുതെ പുളു അടിക്കുന്നതാ. ഇനി കേറി അവൻ ഇടിഞ്ഞും പൊളിഞ്ഞും വീഴും. പിന്നെ ഈ ബിച്ചു വീണിട്ട് കണ്ടത് തന്നെ. ബിച്ചു വീണ ചരിത്രം പോലെ എവിടെയെങ്കിലും കേട്ടിട്ടില്ല. അയ്യോ അയ്യോ മോനെ, എന്ത് പറ്റി? പറഞ്ഞു വീഴ്ചല്ലോ റൂബി നീ. ഓ എഴുന്നേൽക്ക് മോനെ. ഞാൻ അപ്പളെ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ ഈ അഹാനെ എല്ലാത്തിനും കാരണം. കിടക്കുന്ന കണ്ടില്ലേ, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. എനിക്കൊന്നും പറ്റിയില്ല. ഓ ഒന്നും പറ്റിയില്ലേ? അപ്പൊ വാഴത്തണ്ടാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല അല്ലേ? അത് പിന്നെ അഹാന വിചാരിക്കുന്ന പോലത്തെ വാഴത്തണ്ട് അല്ല ഇത്. ഇത് ഇത്തിരി സ്ട്രോങ് ആ. അതെ, വാഴത്തണ്ടും എല്ലാവരും ഒന്നും ഇവിടെ നിന്ന് പോയേ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. എന്താ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കാനാ? എല്ലാം വാരിക്കൂട്ടി കൊണ്ടൊക്കെ ഇവിടുന്ന്. മുറ്റം വൃത്തിയേടാക്കാനായിട്ട് കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തോളും. നിനക്ക് നാണം ലഭിച്ചു കുട്ടികളെ പോലെ ബിൽഡിംഗ് ബ്ലോക്സും പിടിച്ച് താഴേക്ക് വീഴാൻ. ഇവര് നിന്നെ കളിയാക്കുക. നിനക്ക് ഇതുവരെ മനസ്സിലായി, നീ ഒരു ചുംബൻ. അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലായ ആന്റി. ഞാൻ പോകുക. ഞാൻ പശുവിനെ തീറ്റാൻ പോവാ. ആരെങ്കിലും വരുന്നുണ്ടോ? ആർക്ക് വേണ്ടെങ്കിലും ഈ പശുക്കൾക്ക് തന്നെ വേണം. ഞാനോ ഇവരെ കുളിപ്പിക്കുന്നതും തീറ്റ കൊടുക്കുന്നതും. വിഷമിക്കേണ്ട ബിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടെ കളിക്കാൻ പോവാം. അതിനൊപ്പം പശുക്കളെ തീറ്റിക്കുകയും ചെയ്യാം. 2 കാര്യം നടക്കും. വാ ഹാനെ, നമുക്ക് കളിക്കാൻ പോവാം. കുറ്റിക്കാട്ടിൽ ഒളിച്ച് കളിക്കാൻ നല്ല രസമാ. നീയും വരുന്നുണ്ടോ? വേഗം വരണേ മക്കളെ. നീ തന്നെയല്ലേ അവരിവിടെ നിന്ന് ഓടിച്ചതും. ഒളിച്ച് കളിക്കാൻ എല്ലാരും വരുന്നതൊക്കെ കൊള്ളാം. നടക്ക് പയ്യെ. എന്നെ കളിയാക്കാനാണ് തീരുമാനമെങ്കിൽ ബിച്ചുവിന്റെ തനി സ്വഭാവം അറിയും. പശുവിനെ കൊണ്ട് കുത്തിക്കുകയാണ് എല്ലാത്തിനും. നോക്കിക്കോ, വേഗം നടക്ക് ബൈക്കളെ. സമയമില്ല, പോയിട്ട് തിരിച്ചു വരേണ്ടതാ. ഞങ്ങൾ ഇനി നിന്നെ കളിയാക്കില്ല. ആഹാനെ ഇതുവരെ ഒളിച്ച് കളിച്ചിട്ടില്ല. നമ്മളെ കുറ്റിക്കാട് സംഗീതങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുക. നമുക്ക് അവളെ ഞെട്ടിക്കാം. ആ ശരി, വാ പോകാം. ഞെട്ടിക്കുന്നതൊക്കെ കൊള്ളാം. പുലി പിടിക്കാതിരുന്നാ മതിയായിരുന്നു. അതെ, നിങ്ങളിങ്ങനെ നിന്നാലെങ്ങനെയാ? പിള്ളേര് വരുമ്പോഴൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പോയി ദോശ ചുടും. ഇന്ന് നമുക്ക് എഗ്ഗ് ദോശ ഉണ്ടാക്കിയാലോ ചേച്ചി? അംബിക പോയി എഗ്ഗ് എടുത്തോളൂ, ഞാൻ ദോശ ചുടാം. ഞാൻ എഗ്ഗ് എടുത്തെന്ന് വിചാരിച്ചോളൂ, ചേച്ചി നടന്നോളൂ. നിങ്ങൾ രണ്ടുപേരും നന്ദനം കളിക്കാതെ പോയി ദോശ ചുടു പെണ്ണുങ്ങളെ. അംബികെ, ഉഴുന്നരച്ചോളൂ. ഞാൻ ഉഴുന്നരച്ചു എന്ന് വിചാരിക്കാം. ചേച്ചി പോയി ചമ്മന്തി ഉണ്ടാക്കിക്കോളൂ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ദോശ തിന്നെന്നങ്ങ് വിചാരിച്ചോളാം. നിങ്ങൾ പണി നിർത്തി പോയിക്കോ പെണ്ണുങ്ങളെ. വല്ലാത്തൊരു പാടായിപ്പോയി. നിങ്ങളൊന്നും മിണ്ടാതിരി മനുഷ്യ. ഞങ്ങൾക്കറിയാം എങ്ങനെയാ ദോശ ഉണ്ടാക്കണ്ടേന്ന്. കാര്യം അന്വേഷിക്കാൻ വന്നേക്കാം. മോളെ അംബികെ, എന്താ ചേച്ചി? ഈ ഉഴുന്നുമാവ് കലത്തിലാക്കിയിട്ട് ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കാൻ വെച്ചേക്ക്. അതങ്ങ് പൊന്തട്ടെ. ഈസ്റ്റ് ഒക്കെ എന്തിനാ ചേച്ചി? ഇത് താനെ പൊന്തിക്കോളും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി പോയി അടുത്ത പണി നോക്കിക്കോ. ഇതാണോ നിങ്ങൾ പറഞ്ഞ കുറ്റിക്കാട്? എനിക്ക് പേടിയാകുന്നുണ്ട്. അയ്യോ പേടിക്കണ്ട, ഞാനില്ലേ. എന്തിനാ പേടിക്കുന്നേ? ബിച്ചു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആരെയും പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഡെയിലി വന്ന് കളിക്കുന്ന സ്ഥലം. ഓ, അപ്പൊ നമുക്ക് കളി തുടങ്ങിയാലോ? ഇവര് വീണ്ടും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇവർക്ക് ഇത്തിരി പേടിയുടെ കുറവുണ്ട്. ഞാനത് തീർത്തു കൊടുക്കാം. അയ്യോ, എല്ലാരും അങ്ങോട്ടേക്ക് നോക്കിയേ. അവിടെ 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 ഒരു പുലി. ഒരു പുലി. ബിച്ചു ചമ്മിപ്പോയി. പുലി വരുന്നുള്ള കഥ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ബിച്ചു. എന്തായാലും നല്ല തമാശ. അരരോ അരാര, അരയോട് അരാര. ഇത് കൊറേ നേരം ആയല്ലോ അരക്കുന്നു. ഇന്നെങ്ങാൻ കഴിയോ? ഈ മനുഷ്യ, ഈ മുളക് ചമ്മന്തി ഞാൻ കണ്ണി തേക്കും. മോളെ അംബികെ, ആ പാത്രം എടുത്ത് ഇത് എടുത്തു വെക്കട്ടെ. ഈ മനുഷ്യൻ എപ്പോഴും എങ്ങനെയാ? എന്താ ബിച്ചു, നീ കരയാണ് ചിരിക്കാനോ? ഓ അയ്യോ, എന്താ ഈ ആട് കിടന്ന് മുരളുന്നത്? എന്ത് പറ്റി മണിക്കുട്ടി? എന്തോ ഒരു തകരാറുണ്ടല്ലോ. ഇതെന്താ? ഈ ആട് പ്രസവിക്കുന്നു. ആട്ടിക്കുട്ടി റൂബി നോക്കിയേ, ആട് പ്രസവിക്കുന്നു. ഒരു കുഞ്ഞാട്ടിക്കുട്ടി. എല്ലാരും നോക്കിയേ. ഹായ്, നല്ല കുഞ്ഞാട്ടിക്കുട്ടി. ഞാൻ ആദ്യമായിട്ടാ ആട് പ്രസവിക്കുന്ന കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാ ആടിന്റെ പ്രസവം എടുക്കുന്നേ. ഇങ്ങ് വാടാ കുട്ട. ഇവരൊരു പേരെടുത്തോലോ. ഈ
തള്ളാടി ചവിട്ടും. പേരല്ല നീ ഇപ്പൊ ഇട്ടത്. കുട്ടൻ, കുട്ടിമണി എന്ന് വിളിക്കാം നമുക്കിതിനെ. കുട്ടിമണിയെങ്കിൽ കുട്ടിമണി, ചേട്ടയുടെ കുട്ടിമണി വാ, ഇങ്ങോട്ട് വാ, ചേട്ട ഇടുക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്രയും നാൾ എവിടെ? അയ്യോ ദേ ആ കാട്ടിലൊരു ഇണക്കം. അയ്യോ ദേ പുലി പുലി. ദേ ബിജു, ഒന്ന് ചുമ്മാതിരുന്നേ, വീണ്ടും പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ ഞാൻ പറ്റിക്കാൻ നോക്കുന്നില്ല റൂബി, ദേ നോക്കിയേ, ശരിക്കും പുലി അതെന്നെ തിന്നാൻ വരുന്നേ. അയ്യോ രക്ഷിക്കണേ. അയ്യോ അയ്യോ ബിജു, പുലി. അയ്യോ ദൈവമേ, നമ്മ എന്താ ചെയ്യും? പുലി, പുലി. അയ്യോ എന്റെ പുലി തിന്നാൻ പോണേ, രക്ഷിക്കണേ. അതിലൊന്ന് കരയാതെ ഓടി രക്ഷപ്പെടാൻ നോക്ക് ബിജു. അയ്യോ അയ്യോ ആ കുട്ടിമണി നീ വാ, ഞാൻ എടുക്കട്ടെ. കുട്ടിമണി എങ്കിലും രക്ഷപ്പെടുത്താലോ. എവിടെ പോയി? എന്താ സംഭവിച്ചേ? പുലി എവിടെ പോയി റൂബി? പുലി എവിടെ പോയിട്ടില്ല, ദേ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കും. മണിക്കുട്ടി അവളെ ഓടിക്കാൻ നോക്കുവാ. പിന്നെ മണിക്കുട്ടി ഇപ്പൊ കടിച്ചു കൊല്ലും. അത് തിരിച്ചു പോവേണല്ലോ. ഹോ, ആശ്വാസായി. അതെ അതെ, ഞാൻ വിചാരിച്ചു മണിക്കുട്ടിയെ കുട്ടിമണിയെ നമ്മളെ എല്ലാരെയും പുലി പിടിച്ച് തിന്നൂന്ന്. വെറും ആടാണെങ്കിലും ഈ മണിക്കുട്ടി ഒരു പുലി തന്നെയാ, അല്ലേ അമ്മളു? മണിക്കുട്ടി ഇപ്പൊ ഒരു അമ്മയും കൂടിയാ. അമ്മയേക്കാൾ വലിയൊരു പോരാളി ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് കേട്ടിട്ടില്ലേ? അത് ശരിയാ. ഇതാ മണിക്കുട്ടി, നിന്റെ മകൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. അല്ലെങ്കിലും ഒരാപത്ത് വരുമ്പോ നമ്മുടെ കൂടെയുള്ള ജീവികൾ നമ്മളെ രക്ഷിക്കുമെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആടുകൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹമേ. അയ്യോ, ഈ ആടുകൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാ റൂബി. അത് ഞാനിപ്പോ കണ്ടു. കണ്ടു അല്ലേ? എങ്കിൽ നമുക്ക് പോവാം. അടുത്ത പുലി വരികയെന്ന് നമുക്ക് പോവാം ഇവിടെ നിന്ന്. നിന്നെ ഞാൻ കണ്ടോളാടാ ചെമ്മരിയാടെ. വാ, ശരി, നമുക്ക് പോവാം. ക്രിസ്മസ് ഒക്കെ വരുന്നത്. നിന്നെ ഞാൻ നോട്ടം വെച്ചിട്ടുണ്ട്. നീ എന്നെ തള്ളിയിടുവല്ലേ? അതിനെ നീ എഗ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നേ. എഗ് ഓംലേറ്റ് അല്ല മനുഷ്യ, എഗ് ദോശ. ദോശയുടെ മുകളിൽ എഗ് വെച്ചിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഈ അജിത സ്പെഷ്യൽ മസാല ദോശ ഉണ്ടാക്കുന്നേ. എഗ് മസാല ദോശ. ഓ, നിന്റെ സ്പെഷ്യൽ ഇന്നും പട്ടിണിയാണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ. ദോശ കഴിക്കുവാണെങ്കിൽ നാടുനായര കടയിലെ മസാല ദോശ കഴിക്കണം. എന്തൊരു ടേസ്റ്റാ. എങ്കിൽ പിന്നെ നിങ്ങൾ പോയി നാടുനായര കടയിൽ നിന്ന് ദോശ കഴിച്ചോ. ഇവിടെ നിന്നെ ഒന്നും കിട്ടുമെന്ന് കരുതണ്ട. ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും അവളങ്ങ് സീരിയസ് ആയി. നിന്റെ ദോശക്ക് പ്രത്യേക ടേസ്റ്റാ, ഞാൻ പറയാനിട്ടാ. അങ്ങനെ പഴിക്കുവാ. അജിത ചേച്ചിക്ക് നല്ല കൈപ്പുണ്യ. ചേച്ചിയുടെ കൂടെ വന്നേ പിന്നെ ഞാൻ ദോശ ചുടാൻ തന്നെ പഠിച്ചത്. ഈ എഗ് ദോശയുടെ റെസിപ്പി ചേച്ചി എവിടെന്നാ ചേച്ചി പഠിച്ചേ? ഓ, അതൊക്കെ ഓരോ കഴിവാ മോളെ. എനിക്ക് ജന്മനാ കിട്ടിയ കഴിവാ ഈ കുക്കിംഗ്. അത് ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നു, അത്രേ ഉള്ളൂ. ഓ, എന്തൊരു എളിമ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. അജിതേച്ചിയുടെ മനസ്സ് നിറഞ്ഞു. നടക്ക് പയ്യ അങ്ങോട്ട്. പയ്യാതായി, കാലിനൊക്കെ നല്ല വേദന. ആന്റി, കുറച്ച് സംഭാരം എടുത്തേ. ഞങ്ങൾക്കും വേണം, നല്ല ക്ഷീണം. ആദ്യം മണിക്കുട്ടി കൊടുക്ക്, അവളാ ഇന്നത്തെ ഹീറോ. അവള് പ്രസവിച്ചു, അറിഞ്ഞോ? അതെയോ? അത് മാത്രല്ല, അവളെ കുഞ്ഞിനെ പിടിക്കാൻ വന്ന പുലി അവളെ വിരട്ടി ഓടിച്ചു. പുലി വിരട്ടോടിയത് എന്നെ കണ്ടോണോ ആവോ? അത് ചിലപ്പോ ശരിയായിരിക്കും. ഇവന്റെ പേടി കണ്ട് പുലിക്ക് ദേ തോന്നി കാണും. മോൻ എന്തെങ്കിലും ചെന്ന് കഴിക്ക്, നല്ല വിശപ്പുണ്ടാകും. അതെ അതെ, ഞാനതങ്ങ് മറന്നു. ഇതെന്താ, എഗ് ദോശയോ? മൈ ഫേവറേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി. കുറച്ച് നമ്മളെ കുട്ടിമണിക്കും കൂടി കൊടുക്കാണ്ടി.